ജപ്പാനിലും കുപ്പാനിലും ഒന്നും ഞാൻ പോയിട്ടില്ല, സത്യം തന്നെ. പക്ഷേ ഇമ്പോർട്ട് ലൈസൻസിന്റെ കാര്യം പറഞ്ഞത് വെറും പരമാർത്ഥമാണ്. ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം ഞാൻ പറയട്ടെ. നിന്റെ ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ ഈ കമ്പനിയിൽ കയറി കൂടിയത്. അതെങ്ങനെ? എന്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇനി നിന്റെ ഭാവി, നിന്റെ പ്രൊമോഷൻ. ഇമ്പോർട്ട് ലൈസൻസ് കൊടുത്താലുണ്ടല്ലോ, നിന്റെ MD ഞാൻ പറയുന്നതൊക്കെ പട്ടിയെ പോലെ അനുസരിക്കും. അയ്യോ, എനിക്ക് പ്രൊമോഷൻ ഒന്നും വേണ്ട. ദയവ് ചെയ്ത് നീ ഈ കമ്പനിയെ വെള്ളത്തിലാക്കരുത്. നീ എന്ത് വിട്ടിത്താടായി പറയുന്നത്? ഈ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. ആദ്യം നീ എനിക്കൊരു റിപ്പോർട്ട് ഉണ്ടാക്കിത്താ. ഒരു അപകടവും ഇല്ലാത്ത രീതിയിൽ ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. വിശ്വ, നീ എന്താ ഈ പറയുന്നത്? മുകുന്ദ, എല്ലാം നിനക്ക് വേണ്ടിയാണ്ട, നിനക്ക് വേണ്ടി മാത്രം. എഴുന്നേക്ക്, നമ്മുടെ കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കണ. നമ്മുടെ MDക്ക് കൊടുക്കാൻ വേണ്ടി മനോഹരമായ റിപ്പോർട്ട് ഉണ്ടാക്കിത്താ. ചെല്ല്. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു. ഒരാഴ്ചയൊക്കെ ഒന്നാണ്. ഒന്നുമില്ല സാർ, സോറി സാർ. പക്ഷേ ഒന്നുമില്ല. റിപ്പോർട്ട് എഴുത്ത് കാരണം നേരം വൈകി. കമ്പനിയുടെ കാര്യമായതുകൊണ്ട് മാത്രമാ. മൂന്താ, ഇപ്പോഴും നിനക്ക് എന്നെ വിശ്വാസമില്ലേ? എല്ലാം നിന്റെ നന്മക്ക് വേണ്ടി ആയിരുന്നെന്ന് ഒടുവിലെങ്കിലും നീ മനസ്സിലാക്കും. എന്തോ ആവട്ടെ. ആ പ്രാന്തം വെളി വന്നിപ്പുണ്ട്. നീ എങ്ങോട്ട് അവനെ പറഞ്ഞു വിട്ടെ. ആര്, സുരേന്ദ്രനോ? ഏത് ഇന്ദ്രനോ? ഒരാഴ്ച കഴിഞ്ഞെന്നോ ഒരാഴ്ചക്കകമെന്നോ എന്തൊക്കെ അവൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ഇന്നാളവൻ എന്നോട് പറയാ അവനാണിപ്പോ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന്. ഞാൻ സമ്മതിച്ചു കൊടുത്തു, അല്ലാതെ എന്ത് ചെയ്യാൻ? അങ്ങനെ വല്ലോ അവൻ പറയുകയാണെങ്കിൽ നീയും സമ്മതിച്ചു കൊടുത്താൽ മതി. പാവം ഭ്രാന്തനല്ലേ. പിന്നെ ഭ്രാന്തന്മാരോട് തർക്കിക്കാൻ നിന്നാല് അവര് വയലന്റ് ആവും, പ്രശ്നമാവും. അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. വിശ്വനാഥ് ഹിയർ. യെസ് സർ. റിപ്പോർട്ട് റെഡിയാണോ? ഒന്ന് MDയാ. വളരെ വിശദമായ റിപ്പോർട്ടാണല്ലോ. കാര്യങ്ങൾ പഠിക്കാൻ വളരെ കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയിലൊക്കെ ഉറങ്ങാതിരുന്ന് തയ്യാറാക്കിയതാണ് സർ. വെരി ഗുഡ്. താങ്ക് യു. ഞാൻ ഫ്ലാറ്റർ ചെയ്യല്ല. ഒരുപാട് കാലം ഈ കമ്പനി ജോലി ചെയ്ത ഒരാൾക്ക് ഇത്രയും വിപുലമായ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റൂ? ശരിയാണ് സർ, അത് ശരിയാണ്. ഇറ്റ് ഈസ് റിയലി റിമാർക്കബിൾ. താങ്ക് യു വെരി മച്ച്. അല്ല, ഞാനേ ഇതൊക്കെ നോക്കിയിട്ട് വിശ്വനാഥിനെ വിളിക്കാം.